എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ 9ാമത്തെ പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് കൂടിയാണ് നമ്മളിന്ന് കടക്കാൻ പോകുന്നത്. അതിൻ്റെ ആദ്യ ഭാഗങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഒരു പാരലോഗ്രാമിൻ്റെ അഥവാ ഒരു സാമാന്തരികത്തിൻ്റെ 4ാമത്തെ വെർട്ടിസസ് കാണാൻ നമ്മൾ പഠിച്ചു. അതുപോലെ ഒരു ലൈനിൻ്റെ മിഡ് പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പഠിച്ചു. ഒരു ലൈനിനെ നിശ്ചിത റേഷ്യോയിൽ ഭാഗിക്കുന്ന ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടെത്താനുമാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ പാഠഭാഗത്തിന്റെ ഹെഡിങ് എന്തായിരുന്നു? എല്ലാവർക്കും ഓർമ്മ ഉണ്ടോ? ജാമിതിയും ബീജഗണിതവും അഥവാ ഓൾജിബ്ര ആൻഡ് ജോമെട്രി. അപ്പൊ ടീച്ചർ അന്ന് പറയണ്ടായി ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് ഇനി നമ്മൾ ഇത്രയും കാലം നമ്മൾ വരച്ചിരുന്ന ചിത്രങ്ങളെ കൂടി നമ്മൾ ഓൾജിബ്രയിൽ പഠിക്കാൻ പോവുകയാണ്. അഥവാ ചിത്രങ്ങൾ വരയ്ക്കാതെ തന്നെ അതായത് ഒരു ചിത്രങ്ങൾ വരയ്ക്കാതെ തന്നെ ചിത്രത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻസ് അഥവാ ഓൾജിബ്രിക് മെത്തേഡ് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ ഏത് ചിത്രത്തിനെയാണ്, ഏത് ഫിഗറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും, ചിത്രം വരയ്ക്കാതെ തന്നെ. അതിലേക്ക് അത് ഹയർ മാത്തമാറ്റിക്സിലാണ് നിങ്ങൾ പഠിക്കുക. അതിൻ്റെ തുടക്കമാണ് നിങ്ങൾ ഈ പാഠത്തിന്റെ അവസാന ഭാഗത്ത് പഠിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പെട്ട ഒരു ഭാഗം കൂടിയാണ് ടീച്ചർ ഇവിടെ ഈ പാഠത്തിൽ വന്ന ഒരു ഭാഗം കൂടിയാണ് ടീച്ചർ ഇവിടെ പറയുന്നത്. അപ്പൊ നോക്കൂ, നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം നമ്മൾ പഠിച്ചിരുന്നു, ആദ്യത്തെ പാഠഭാഗത്തിൽ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും പഠിച്ചതിന് ശേഷം എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനും വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ പ്രത്യേകതയും നമ്മൾ അന്ന് പഠിച്ചതാണ്. എക്സ് ആക്സിസിന് പാരലൽ ആയി കഴിഞ്ഞാൽ അതിന്റെ എല്ലാത്തിൻ്റെയും വൈ കോർഡിനേറ്റുകൾ സെയിം ആണ്, അഥവാ വൈ സൂചക സംഖ്യകൾ തുല്യമായിരിക്കും എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ വൈ ആക്സിസിന് പാരലൽ ആയി കഴിഞ്ഞാൽ ആ ലൈനിന്റെ മുകളിലുള്ള എല്ലാ പോയിന്റുകളുടെയും പ്രത്യേകത അവയുടെ എല്ലാത്തിൻ്റെയും എക്സ് സൂചക സംഖ്യ അഥവാ എക്സ് കോർഡിനേറ്റ് തുല്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ഈ രണ്ട് ലൈനുകളുടെയും പ്രത്യേകതയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. എ ബി എന്ന് പറഞ്ഞ ലൈനിന്റെ പ്രത്യേകത ദ വൈ കോർഡിനേറ്റ്സ് ആർ സെയിം ഓർ ദ ഡിഫറൻസ് ഓഫ് വൈ കോർഡിനേറ്റ്സ് വിൽ ബി 0. Here also the difference of x coordinate is 0. അഥവാ എക്സ് സൂചക സംഖ്യകളുടെ വ്യത്യാസം 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ലൈനുകളുടെ പ്രത്യേകതയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലൽ അല്ലാത്ത ലൈനുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ എ ബി എന്ന് പറഞ്ഞ ലൈന് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും എന്തല്ല? പാരലൽ അല്ല. ഇങ്ങനെ പാരലൽ അല്ലാത്ത വരകൾക്ക് അഥവാ ലൈനുകൾക്ക് ഇതിന്റെ പ്രോപ്പർട്ടി പോലെ തന്നെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ ഉണ്ടോ എന്നാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിന്റെ പ്രത്യേകത നമ്മൾ കണ്ടെത്തി. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലൽ അല്ലാത്ത അഥവാ സമാന്തരമല്ലാത്ത മറ്റൊന്ന്. അതായത് ഈ ലൈന് എക്സ് ആക്സിസിനെയും കട്ട് ചെയ്തു കൊണ്ടുപോകുന്നു, വൈ ആക്സിസിനെയും കട്ട് ചെയ്തു കൊണ്ടുപോകുന്നു. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പാരലൽ അല്ലാതെ വരയ്ക്കാം. അങ്ങനെ പാരലൽ അല്ലാത്ത ലൈനിന്റെ പ്രത്യേകതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ടീച്ചർ ഇവിടെ എ ബി എന്ന് പറഞ്ഞൊരു ലൈന് വരച്ചിട്ടുണ്ട് വലതുഭാഗത്ത്. ആ വലതുഭാഗത്തെ വരയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലത്തെ രണ്ട് കോർഡിനേറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്, രണ്ട് പോയിന്റുകൾ ആ വരയിൽ തന്നിട്ടുണ്ട്. ഈ രണ്ട് പോയിന്റുകളെ ചേർത്ത് വരയ്ക്കുന്ന ലൈനാണ് എ ക്യു. ഏതൊക്കെ പോയിന്റുകളാണ്? 2,5ഉം 6,7ഉം ആ വരയിലെ ബിന്ദുക്കളാണെന്ന് അഥവാ പോയിന്റുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സമാന്തര വരകൾ അനുസരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമം അല്ലെങ്കിൽ ഇതല്ലാത്ത വേറെ എന്തെങ്കിലും പ്രത്യേകത ഇവയ്ക്ക് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി പാരലൽ അല്ലാത്തത് കൊണ്ട് എയിൽ നിന്ന് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു വര വരച്ചു, സമാന്തരമായിട്ട് ഒരു വര വരച്ചു. അതേപോലെ ബിയിൽ നിന്ന് വൈ ആക്സിസിന് പാരലൽ ആയിട്ട് അഥവാ സമാന്തരമായിട്ട് ഒരു വര വരച്ചു. രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റിന് സി എന്ന പേര് കൊടുത്തു. ഈ സിയുടെ സൂചക സംഖ്യ അഥവാ കോർഡിനേറ്റ് എഴുതാൻ നമുക്ക് എല്ലാവർക്കും അറിയാം.
ഇത് എക്സ് ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് ഇതിന്റെ y കോർഡിനേറ്റ് തന്നെയായിരിക്കും ഇതിന്റെയും y കോർഡിനേറ്റ്. ഈ ലൈന് y ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് ബിയുടെ എക്സ് സൂചക സംഖ്യ അഥവാ എക്സ് കോർഡിനേറ്റ് എന്താണോ അതായിരിക്കും ഇതിന്റെയും എക്സ് കോർഡിനേറ്റ്. അപ്പോൾ സി എന്ന് പറയുന്നത് എന്ന ബിന്ദു ഏതായിരിക്കും? 6,5 ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലായി. അതേപോലെ ഈ തന്ന പോയിന്റുകൾ വെച്ചിട്ട് നമുക്കറിയാം ഈ ലൈനിന്റെ മുകളിൽ ഇൻഫിനിറ്റ് പോയിന്റുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഫിനിറ്റ് പോയിന്റുകളെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി ടീച്ചർ 2 പോയിന്റുകൾ എടുത്തിരിക്കുന്നു. ഒന്ന് പിയും ഒന്ന് ക്യൂവും. അതിനെ പിയുടെ കോർഡിനേറ്റിനെ ഞാൻ x1, y1 എന്നും ക്യൂവിനെ ഞാൻ x2, y2 എന്ന് കൊടുത്താൽ ഇവിടെ ചെയ്തത് മാതിരി തന്നെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടും y ആക്സിസിന് പാരലൽ ആയിട്ടും 2 ലൈനുകൾ വരച്ചപ്പോൾ അത് 6ൽ കൂട്ടിമുട്ടുന്നു എന്ന് വിചാരിക്കുക. ഈ 6ന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഇതിന്റെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും 6ന്റെ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ x2 ഇതിന്റെ പി വൈ എക്സ് ആക്സിസിന് പാരലൽ ആണ്. അപ്പോൾ അതിന്റെ y കോർഡിനേറ്റ് ആയിരിക്കും ഇതിന്റെയും y കോർഡിനേറ്റ്. അപ്പോൾ നമുക്ക് സിയുടെ കോർഡിനേറ്റും കിട്ടി, ആറിന്റെ കോർഡിനേറ്റും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എ സി എന്ന് പറഞ്ഞൊരു നീളം കണ്ടുപിടിച്ചാലോ? ഇത് എക്സ് ആക്സിസിന് പാരലൽ ആണല്ലോ. അപ്പോൾ y കോർഡിനേറ്റിന്റെ ഡിഫറൻസ് 0 ആയി പോകും. അപ്പോൾ ഈ നീളം എന്ന് പറയുന്നത് 6ൽ നിന്ന് 2 കുറച്ചാൽ എത്രയായിരിക്കും? 4 ആയിരിക്കും. അതേപോലെ ഇത് y ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് എക്സ് സൂചക സംഖ്യകൾ സെയിം ആണ്. അതിന്റെ ഡിഫറൻസ് അഥവാ അതിന്റെ വ്യത്യാസം 0 ആകും. 7ൽ നിന്ന് 5 കുറച്ചാൽ ഈ വ്യത്യാസം എത്ര കിട്ടുന്നു? 2 കിട്ടുന്നു. അതേപോലെ നമ്മൾ ഈ ഡിഫറൻസ് കണ്ടാലോ? ഇവിടെയും y1 ആണ്, ഇവിടെയും y1 ആണ്. അപ്പോൾ ഈ നീളം എന്ന് പറയുന്നത് x2 - x1 ആയിരിക്കും. ശരിയല്ലേ? 6ൽ നിന്ന് 2 കുറച്ചു, അപ്പോൾ x2ൽ നിന്ന് x1 കുറയ്ക്കുക. അപ്പോൾ ഈ നീളം QR എന്ന് പറയുന്നത് എന്തായിരിക്കും? y2 - y1 ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ചെയ്തു. ഇവിടെ റൈറ്റ് ട്രയാങ്കിളുകൾ 2 കിട്ടി. ഇത് രണ്ടും റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും എന്ന് നമുക്കറിയാം. ഈ റൈറ്റ് ട്രയാങ്കിളുകളുടെ സൈഡുകളാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് നോക്കൂ, ഈ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഈ ലൈനുമായിട്ട് നമ്മൾ ആദ്യം വരച്ച ലൈൻ ഉണ്ടാക്കുന്ന ആംഗിള് എക്സ് ഡിഗ്രി എന്ന് ഞാൻ എടുത്താൽ ഈ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള മറ്റൊരു ലൈനാണ് PR. ഈ ലൈനുമായിട്ടുണ്ടാക്കുന്ന ആംഗിളും എത്ര തന്നെയായിരിക്കും? എക്സ് ഡിഗ്രി തന്നെയായിരിക്കും. കാരണം നമുക്കറിയാം 2 പാരലൽ ലൈനിനെ മറ്റൊരു ലൈന് ഖണ്ഡിക്കുമ്പോഴുണ്ടാകുന്ന കറസ്പോണ്ടിങ് ആംഗിളുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നോക്കൂ, ഈ വരയുടെ മുകൾ ഭാഗത്ത് കട്ട് ചെയ്യണ വരയുടെ വലതുഭാഗത്തായിട്ട് വരുന്നു. അപ്പൊ ഈ 2 ആംഗിളുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇനി എങ്ങനെ ഈ ലൈനിനെ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഇങ്ങനെ വരച്ചു പോയാൽ എവിടെ നിങ്ങൾ മുറിച്ചാലും അത് എത്ര ഡിഗ്രിയിലാണ് കട്ട് ചെയ്ത് പോവുക? എക്സ് ഡിഗ്രിയിലാണ് കട്ട് ചെയ്ത് പോവുക. അങ്ങനെയാണെങ്കിൽ താഴെ എക്സ് ആക്സിസ് കിടക്കുന്നുണ്ടെങ്കിൽ ഈ എക്സ് ആക്സിസിനെയും ഈ വര ചെന്ന് കട്ട് ചെയ്യണ പോയിന്റ് ആംഗിൾ എത്രയായിരിക്കും? എക്സ് ഡിഗ്രി ആയിരിക്കും. ആ ഒരു ധാരണയും ഉണ്ടാകണം. ഇനി നമുക്ക് നോക്കാം, ഈ ഒന്നാമത്തെ ട്രയാങ്കിളിനെയും രണ്ടാമത്തെ ട്രയാങ്കിളിനെയും നമ്മൾ പരിഗണിച്ചാൽ രണ്ടും ഈക്വൽ അല്ല എന്ന് കണ്ടാൽ തന്നെ നമുക്കറിയാം. എന്നാൽ അത് സിമിലർ ആണോ അഥവാ സദൃശമാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ആംഗിൾ സി ആംഗിൾ ആർ 90 ഡിഗ്രിയാണ് അഥവാ 90 ഡിഗ്രിയാണ്. അതുപോലെ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി ഈക്വൽ ടു എക്സ് ഡിഗ്രിയാണ്. അപ്പോൾ 2 ആംഗിളുകൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ മൂന്നാമത്തെ ആംഗിളും എന്തായിക്കോളും? ഈക്വൽ ആകും. ഈ 2 ട്രയാങ്കിൾസും എന്തായിരിക്കും? സിമിലർ ആയിരിക്കും അഥവാ സദൃശങ്ങളായിരിക്കും. എന്താണ് സദൃശ ത്രികോണങ്ങളുടെ അഥവാ സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത? ഓർത്തു നോക്കൂ, 9ൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവയുടെ സൈഡുകളുടെ റേഷ്യോ, കറസ്പോണ്ടിങ് സൈഡുകളുടെ റേഷ്യോസ് ഈക്വൽ ആയിരിക്കും. ഈക്വലായ ആംഗിളുകൾക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകളുടെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ എക്സ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് QR ആണല്ലോ. അപ്പോൾ നമുക്കറിയാം, സിമിലാരിറ്റി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ന്യൂമറേറ്ററിൽ അഥവാ അംശത്തില് ഒരു ട്രയാങ്കിളിന്റെയും ഡിനോമിനേറ്ററിൽ അഥവാ ഛേദത്തില് രണ്ടാമത്തെ ട്രയാങ്കിളിന്റെയും റേഷ്യോസ് വരണം.
അപ്പൊ ടീച്ചർ വലിയ ട്രയാങ്കിളിനെ ന്യൂമറേറ്ററിലും ചെറിയ ട്രയാങ്കിളിനെ ഡിനോമിനേറ്ററിലുമായിട്ട് എടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി സംശയം വേണ്ട, ഇതിനെ 2 എന്നും ഇതിനെ 1 എന്നും കൊടുക്കുന്നു. ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ സൈഡുകൾ ന്യൂമറേറ്ററിലും രണ്ടാമത്തതിന്റെ ഡിനോമിനേറ്ററിലും കൊടുത്താൽ ശ്രദ്ധിച്ചു നോക്കൂ, ഈ എക്സ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാണ്? y2 മൈനസ് y1. y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ ഈ എക്സ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാണ്? 2 ആണ്. അപ്പോൾ ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ സൈഡ് എടുത്തു, രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് സൈഡ് എടുത്തു, ഈക്വൽ ടു. അടുത്തത് നമുക്ക് വേണ്ടത് നോക്കൂ, ഇത് എക്സ് ഡിഗ്രി, ഇത് 90 ഡിഗ്രിയാണ്. അപ്പൊ ഇതിനെ ഞാൻ y ഡിഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിളും എത്ര ഡിഗ്രി ഉണ്ടാകും? y ഡിഗ്രി ഉണ്ടാകും. അപ്പോൾ നമ്മൾ എക്സിന്റെ ഓപ്പോസിറ്റ് എടുത്തു. എന്താ 90യുടെ ഓപ്പോസിറ്റ് എടുക്കാത്തതെന്ന് അറിയോ? നമുക്ക് ഇതിന്റെ നീളം അറിയില്ല. നമുക്ക് ഈ 2 ലെങ്ത്തുകളാണ് അറിയുക. അതുകൊണ്ടാണ് നമ്മൾ എക്സും വൈയും എടുക്കുന്നത്, 90 എടുക്കാത്തത്. അപ്പോൾ വൈയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ ഇതിന്റെ വൈയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഏതാണ്? 4 ആണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് സിമിലർ ട്രയാങ്കിൾസിൽ നിന്നുള്ള ബന്ധം കിട്ടിയത് എന്താ? y2 മൈനസ് y1 ബൈ 2 ഈക്വൽ ടു x2 മൈനസ് x1 ബൈ 4. നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 4 ഇൻറ്റു y2 മൈനസ് y1 ഈക്വൽ ടു 2 ഇൻറ്റു x2 മൈനസ് x1 എന്ന് കിട്ടും. ഇനി ടീച്ചർ ചെയ്യുന്നു, ഈ x2 മൈനസ് x1നെ ഇവിടേക്ക് കൊണ്ടുവരുന്നു, 4നെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ y2 മൈനസ് y1 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും അഥവാ ഹരണമായിട്ട് മാറും. x2 മൈനസ് x1 ഇസ് ഈക്വൽ ടു വലത് ഭാഗത്ത് ഓൾറെഡി 2 ഉണ്ട്, ഇവിടെ 4 കൊണ്ട് ഗുണിച്ചതാണ്, അത് അങ്ങോട്ട് പോകുമ്പോൾ 4 കൊണ്ട് ഹരണമായിട്ട് മാറും. 2/4 ഈക്വൽ ടു 1/2 എന്ന് കിട്ടുന്നു. അതായത് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അഥവാ ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാം. y2 മൈനസ് y1 ഇസ് ഈക്വൽ ടു ഈ x2 മൈനസ് x1നെ വലത് ഭാഗത്തേക്ക് കൊണ്ടുപോയാൽ 1/2 ഇൻറ്റു എന്നായിട്ട് മാറും, ഓർ ഹാഫ് ഓഫ് x2 മൈനസ് x1 ആയിട്ട് മാറും. എന്താണ് ഇതിന്റെ അർത്ഥം? നമുക്കൊന്ന് നോക്കാം. എന്താണ് y2 മൈനസ് y1? നോക്കൂ, ഇത് y2, ഇത് y1. ഈ രണ്ട് പോയിന്റുകളുടെ y കോർഡിനേറ്റുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? x2 മൈനസ് x1. ഇത് x2, ഇത് x1, ഇത് ഇവയുടെ എക്സ് കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റിന്റെ ഡിഫറൻസിന്റെ പകുതിയായിരിക്കും. ഈ ലൈനിലുള്ള ഏത് രണ്ട് പോയിന്റുകളും അനുസരിക്കുന്ന നിയമമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈന് 2,0,2 പാസ് ചെയ്യണ ലൈനാണെങ്കിൽ ഇതിന്റെ നിയമം എന്താണ്? ഇതിലത്തെ എല്ലാത്തിൻ്റെയും y കോർഡിനേറ്റ് 2 ആയിരിക്കും. അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ ഈ ലൈനിന്റെ മുകളിലായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് എക്സ് കോർഡിനേറ്റും ഉണ്ട്, y കോർഡിനേറ്റും ഉണ്ട്. രണ്ടും ഡിഫറൻറ്റുമാണ്. കാരണം രണ്ടും എക്സ് ആക്സിസിനും y ആക്സിസിനും പാരലൽ അല്ല. അപ്പോൾ അവയുടെ ബന്ധം എന്ന് പറയുന്നത് ഈ ലൈനിന്റെ മുകളിൽ നിങ്ങൾ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവയുടെ y കോർഡിനേറ്റുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റുകളുടെ ഡിഫറൻസിന്റെ ഹാഫ് ആയിരിക്കും. എല്ലാ ലൈനിനും ഈ ഒരു റിലേഷൻ ആയിരിക്കുമോ? 1/2 എന്നാണോ കിട്ടുക? അല്ല. ലൈനുകൾ മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ബന്ധവും മാറും. പക്ഷെ ഈ ലൈനില്, ഈ പ്രത്യേക ലൈനില് അഥവാ ഈ പ്രത്യേക വരയില് AQ എന്ന് പറഞ്ഞ ലൈനിന്റെ മുകളിലത്തെ ഒരു പോയിന്റ് ആകണം എങ്കിൽ ഈ നിയമം അതനുസരിച്ചിരിക്കണം. നമുക്ക് നോക്കാം, ഈ രണ്ട് പോയിന്റ് എടുത്തിട്ടൊന്ന് നോക്കാം. എന്താണ് എക്സ് കോർഡിനേറ്റിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്? 6ൽ നിന്ന് 2 കുറച്ചപ്പോൾ നമുക്ക് 4 കിട്ടി. എന്താണ് y കോർഡിനേറ്റിന്റെ ഡിഫറൻസ്? 2 ആണല്ലോ. എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? y കോർഡിനേറ്റിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റിന്റെ ഡിഫറൻസിന്റെ പകുതിയാണ്. എന്താണ് എക്സ് കോർഡിനേറ്റിന്റെ ഡിഫറൻസ്? 4. 4ന്റെ പകുതി എത്രയാ? 2. അതാണല്ലോ y കോർഡിനേറ്റിന്റെ ഡിഫറൻസ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ മുകളിലുള്ള ഏത് പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാനും നമുക്ക് ഈ ഒരു ബന്ധം ഉപയോഗിച്ചാൽ മതി.
നോക്കൂ, ഇവിടെ എക്സ് കോർഡിനേറ്റ് 2ൽ നിന്ന് 6 ആയി വർദ്ധിച്ചു. അപ്പൊ എത്രയാണ് അവിടെ എക്സ് കോർഡിനേറ്റിന്റെ ഡിഫറൻസ് വന്നത്? 4. ഇവിടെ 5ൽ നിന്ന് 7 ആയിട്ട് വർദ്ധിച്ചു. എത്ര വ്യത്യാസം വന്നു? 2 ആയിട്ട് വ്യത്യാസം വന്നു. അതായത് എക്സ് കോർഡിനേറ്റ് 4 വെച്ച് വർദ്ധിക്കുമ്പോൾ വൈ കോർഡിനേറ്റ് 2 വെച്ച് വർദ്ധിക്കുന്ന ഏത് പോയിന്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതൊക്കെ ഈ ലൈനിന്റെ മുകളിലായിരിക്കും. അതിനെ നമ്മൾ ഓൾജിബ്രിക് രീതിയിൽ എഴുതി എന്ന് മാത്രം. നോക്കൂ, ഈ ഒരു കോൺസ്റ്റന്റ് നമ്പറിനെ നമ്മൾ പറയുന്നത് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്നാണ്, അഥവാ വരയുടെ ചരിവ് എന്നാണ് പറയുക. എന്താണ് ചരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ വര ചരിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഏതുമായിട്ടാണ് ചരിവുണ്ടാക്കുന്നത്? എക്സ് ആക്സിസുമായിട്ടാണ് ചരിവുണ്ടാക്കുന്നത്. നോക്കൂ, എക്സ് ആക്സിസിന് പാരലലായ ലൈനുമായിട്ടാണ് ഇത് ചരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ എത്ര ചരിഞ്ഞ്, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. കോണി വാർക്കുന്ന സമയത്ത്, അതേപോലെ വീടിന്റെ മേൽക്കൂരകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്തെല്ലാം നമുക്ക് ചരിവ് ആവശ്യമുണ്ട്. എത്ര ചരിവിലാണ്, ചരിവ് കൂടുന്തോറും അഥവാ സ്ലോപ്പ് കൂടുന്തോറും വെള്ളം ഒഴുകി പോകാനുള്ള ടെൻഡൻസി കൂടും. പക്ഷെ കോണിപ്പടികൾക്ക് ചരിവ് വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ, ചരിവ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീഴാനുള്ള സാധ്യത കൂടും. ചരിവ് കൂടും തോറും നമുക്ക് കയറാനുള്ള എളുപ്പവും നമുക്ക് കൂടുമെന്ന് നമുക്കറിയാം. അപ്പോൾ വളരെ ഉപകാരപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് വരയുടെ ചരിവ് അഥവാ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വരയുടെ ചരിവിനെ നമുക്ക് തീരുമാനിക്കണമെങ്കിൽ ആ വരയിലെ എത്ര പോയിന്റുകൾ അറിയണം? ഒരു പോയിന്റ് അറിഞ്ഞാൽ നമുക്ക് ചരിവ് തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഒരു വര വരയ്ക്കണമെങ്കിൽ തന്നെ 2 പോയിന്റുകൾ വേണം. അതേപോലെ തന്നെ ആ വരയുടെ ചരിവ് തീരുമാനിക്കുന്നത് അതിലത്തെ ഏതെങ്കിലും 2 പോയിന്റുകളായിരിക്കും. അപ്പോൾ നോക്കൂ, ഈ 2 പോയിന്റുകൾ അങ്ങനെ എടുക്കാനുള്ള കാരണവും അതാണ്. വൈ കോർഡിനേറ്റിന്റെ ഡിഫറൻസിനെ എക്സ് കോർഡിനേറ്റിന്റെ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അഥവാ ഹരിച്ചാൽ നമുക്കൊരു സ്ഥിര സംഖ്യയാണ് കിട്ടുക. ആ സ്ഥിര സംഖ്യയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലോപ്പ് എന്ന് പറയുന്നത്. ലൈനുകൾ വ്യത്യാസപ്പെടും തോറും സ്ലോപ്പുകളും വ്യത്യാസപ്പെടും, അഥവാ ചരിവും വ്യത്യാസപ്പെടും. ഇനി എങ്ങനെ നമുക്ക് ഈ സ്ലോപ്പിനെ ജോമെട്രിക്കലി നമുക്ക് ഡിഫൈൻ ചെയ്യാം? ശ്രദ്ധിച്ചു നോക്കൂ, ഇതാണല്ലോ y2 - y1, ഇതാണല്ലോ x2 - x1. x2 - x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ട് വന്ന മാറ്റമാണ്. അപ്പോൾ നമുക്കിതിനെ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് എന്ന് വിളിക്കാം. ഇതിനെ നമ്മളൊക്കെ എന്ത് വിളിക്കാം? വർട്ടിക്കൽ ഷിഫ്റ്റ്. വർട്ടിക്കൽ ആയിട്ട് മുകളിലോട്ട് വന്ന മാറ്റമാണ് y2 - y1. അപ്പോൾ വർട്ടിക്കൽ ഷിഫ്റ്റിനെ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത്? സ്ലോപ്പ്. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ ഇതിനെ കാണാൻ പഠിക്കാം. നമുക്ക് ട്രിഗണോമെട്രിയിൽ നമ്മൾ 3 റേഷ്യോസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു? സൈൻ, കോസ്, ടാൻ. അതില്ല വർട്ടിക്കൽ ഷിഫ്റ്റ് ഡിവൈഡഡ് ബൈ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് വരുന്ന ഒരു റിലേഷൻ ഏതായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് വന്നിരുന്നത് ഏത് റിലേഷൻ ആയിരുന്നു? പറഞ്ഞു ആരോര്? ടാൻ എക്സ് ഡിഗ്രി. ടാൻ ആണ്. അപ്പോൾ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ അഡ്ജസന്റ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്ലോപ്പ് കിട്ടുന്നത്. ദാറ്റ് ഈസ് tan x degree equal to y2 minus y1 by x2 minus x1. ഈ tan x നെയാണ് നമ്മൾ വരയുടെ എന്ത് പറയുന്നത്? സ്ലോപ്പ് അഥവാ ചരിവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഏണി ചാരി വെക്കുന്ന സമയത്ത് ഏണി ഇങ്ങനെ ചാരി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ചരിവ് അഥവാ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ ഏണി ബേസുമായി ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ടാൻ മെഷർ ആയിരിക്കും അതിന്റെ എന്ത് വരുന്നത്? സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വൈ കോർഡിനേറ്റിന്റെ ഡിഫറൻസിനെ എക്സ് കോർഡിനേറ്റിന്റെ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സ്ലോപ്പ് കിട്ടുമെന്ന് മനസ്സിലാക്കി. ഈ സ്ലോപ്പ് വെച്ചിട്ട് നമുക്ക് ആ വരയിലുള്ള പോയിന്റുകളുടെ അഥവാ ബിന്ദുക്കളുടെ സൂചക സംഖ്യകളുടെ വ്യത്യാസങ്ങളുടെ ബന്ധവും നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ എന്താണ് ചരിവ് എന്ന് പറഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ചരിവ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. എ ബി എന്ന് പറഞ്ഞ വര എക്സ് ആക്സിസിന് പാരലൽ ആണ്. അതിന്റെ സ്ലോപ്പ് അഥവാ ചരിവ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ടീച്ചർ ഇതിന് പേര് കൊടുത്തു. x1, 2 എന്ന് കൊടുക്കുന്നു. ഇതെന്താണ് വരുന്നത്? x2, 2 എന്ന് കൊടുത്തു. അതെന്താ x1, 2 x2, 2 എന്ന് വരാനുള്ള കാരണം?
ഇതിന്റെ എല്ലാം y സൂചക സംഖ്യകൾ 2 ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ സ്ലോപ്പ് വരിക? നമുക്ക് നോക്കാം. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 മൈനസ് y1. അപ്പൊ എന്താണ് 2 മൈനസ് 2 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. എന്താ 2 മൈനസ് 2 ബൈ x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 0 എന്ന് കിട്ടും. കാരണം 2ൽ നിന്ന് 2 കുറച്ചാൽ 0ആണ്. 0നെ നിങ്ങൾ ഏത് ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താലും അതിന്റെ വില എന്തായിരിക്കും? 0 ആയിരിക്കും കിട്ടുക. അതിനർത്ഥം എന്താ? എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഏതൊരു ലൈനിന്റെയും ചരിവ് 0 ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് എക്സ് ആക്സിസുമായിട്ട് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യുന്നില്ല. എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ടാക്കുന്നില്ല. അവിടെ വെർട്ടിക്കൽ ഷിഫ്റ്റും ബൈ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് എടുത്താൽ 0 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ചരിവ് 0 ആണ്, അഥവാ അത് എക്സ് ആക്സിസിന് എന്തായിട്ട് പോകുന്നു? പാരലൽ ആയിട്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് 3,0 പാസ് ചെയ്യുന്നതുണ്ടെങ്കിൽ ഇത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇതിന്റെ എക്സ് കോർഡിനേറ്റ് 3 ആയിരിക്കും, വൈ കോർഡിനേറ്റ് y1 എന്നെടുത്തു. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് കാണുമ്പോൾ y2 മൈനസ് y1 ബൈ 3 മൈനസ് 3 എന്ന് കിട്ടും, ഈക്വൽ ടു y2 മൈനസ് y1 ബൈ 0 എന്ന് കിട്ടും. ഒരു ക്വാണ്ടിറ്റിയെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ 0 കൊണ്ട് ഹരിക്കുക എന്നത് ഇത്രയും കാലം കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിന്റെ ചരിവ് നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു നമ്പർ അഥവാ അനന്തം എന്ന് പറഞ്ഞൊരു നമ്പർ ആയിട്ടാണ് കാണാറ്. അതുകൊണ്ട് y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനുകളുടെ സ്ലോപ്പുകൾ കണ്ടുപിടിക്കാൻ ഇതേവരെ നമുക്ക് പറ്റിയിട്ടില്ല. അതേസമയം എക്സ് ആക്സിസിന് പാരലൽ ആയി കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് അഥവാ ചരിവ് എന്താണ്? 0 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ചരിവിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആയിട്ട് നമ്മൾ എടുക്കാനുള്ള കാരണം. അപ്പോൾ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ടാൻ മെഷർ ആയിരിക്കും ആ ലൈനിന്റെ എന്ത് വരുന്നത്? സ്ലോപ്പ് അഥവാ ചരിവ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയാണ് ഇതിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് കൂടി കടന്നു പോകാം. ഓക്കെ.